ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലേവ്യ പുസ്തകം 25-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടത്. 25-ാമത്തെ അധ്യായത്തിൽ നമ്മൾ യോവൽ സംവത്സരം, അതായത് ജൂബിലി ഇയറിനെ കുറിച്ചും അതിന് വേണ്ട നിയമങ്ങൾ, കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് 25-ാമത്തെ അധ്യായത്തിൽ ദൈവം കൽപ്പന കൊടുത്തിരിക്കുന്നത്. ഇനി 26-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വിവിധ കൽപ്പനകളും ഇതൊക്കെ ആചരിക്കുമ്പോഴും അതിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ച് നടക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം, അതിനെക്കുറിച്ചൊക്കെയാണ് 26-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്നത്. 26-ാമത്തെ അധ്യായത്തിൽ ആദ്യമേ തന്നെ പറയുന്നു, വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, ബിംബമോ സ്തംഭമോ നാട്ടരുത്, രൂപം കുത്തിയ യാതൊരു കല്ലും നമസ്കരിപ്പാൻ നിങ്ങളുടെ ദേശത്ത് നാട്ടുകയും അരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ എൻ്റെ ശബ്ബത്തുകൾ ആചരിക്കുകയും എൻ്റെ വിശുദ്ധ മന്ദിരം ബഹുമാനിക്കുകയും വേണം. ഞാൻ യഹോവയാകുന്നു. അങ്ങനെ ആ കൽപ്പനകളുടെ അതിന് മുമ്പുള്ളതിൻ്റെ ബാലൻസായിട്ട് അത്രയും പറഞ്ഞതിന് ശേഷം പിന്നീട് അരുളി ചെയ്യുന്നത്, എൻ്റെ ചട്ടം ആചരിച്ച് എൻ്റെ കൽപ്പന പ്രമാണിച്ച് അനുസരിച്ചാൽ പിന്നെ എന്തൊക്കെയാണ് പ്രതിഫലമായിട്ട് ദൈവം തരുന്ന ദാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് പിന്നീട് വാക്യങ്ങളായിട്ട് പറയുന്നത്. നമുക്ക് വായിച്ചാൽ, എൻ്റെ ചട്ടം ആചരിച്ച് എൻ്റെ കൽപ്പന പ്രമാണിച്ചനുസരിച്ചാൽ ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരും, ഭൂമി വിളവ് തരും, ഭൂമിയിലുള്ള വൃക്ഷവും ഫലം തരും. നിങ്ങളുടെ മെതി മുന്തിരിപ്പഴം പറിക്കുന്നത് വരെ നിൽക്കും, മുന്തിരിപ്പഴം പറിക്കുന്നത് വിതകാലം വരെയും നിൽക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഗ്യാപ്പ് ഉണ്ടാവില്ല എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. അതായത് പിന്നീട് ജീവിക്കാനായിട്ട് വേറെ ഒന്നും പോയി അന്വേഷിച്ച് നടക്കേണ്ടി വരത്തില്ല. കൃത്യമായിട്ട് ഭൂമി വിളവ് തരും, കൃത്യമായിട്ട് മഴ വരും, എല്ലാം നടക്കും. നിങ്ങൾ തൃപ്തരായി അഹോവൃത്തി കഴിച്ച് ദേശത്ത് നിർഭയം വസിക്കും. ഞാൻ ദേശത്ത് സമാധാനം തരും. നിങ്ങൾ കിടക്കും, ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ആ ദേശത്ത് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ശത്രുക്കളോ ഒരു ജീവിയോ വരുന്നില്ല. അതെല്ലാം ഉറപ്പായിട്ട് ദൈവം തമ്പുരാൻ കൊടുക്കുന്ന പ്രതിഫലമാണ്. ഞാൻ ദേശത്ത് നിന്ന് ദുഷ്ടമൃഗങ്ങളെ നീക്കിക്കളയും, വാൾ നിങ്ങളുടെ ദേശത്തു കൂടി കടക്കുകയുമില്ല. യാതൊരു യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരു ശത്രുവും വരത്തില്ല എന്നാണ് ദൈവം കൊടുക്കുന്ന ഉറപ്പ്. നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ഓടിക്കും, അവർ നിങ്ങളുടെ മുമ്പിൽ വാളിനാൽ വീഴും. നിങ്ങളിൽ 5 പേർ 100 പേരെ ഓടിക്കും, നിങ്ങളിൽ 100 പേർ 10,000 പേരെ ഓടിക്കും. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മുമ്പിൽ വാളിനാൽ വീഴും. ഞാൻ നിങ്ങളെ കടാക്ഷിച്ച് സന്താന സമ്പന്നരാക്കി പെരുക്കുകയും നിങ്ങളോടുള്ള എൻ്റെ നിയമം സ്ഥിരമാക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സംഭവങ്ങളൊക്കെ അതിന് ശേഷം വീണ്ടും പറയുന്നു, ഞാൻ നിങ്ങളെ കടാക്ഷിച്ച് സന്താന സമ്പന്നരാക്കി പെരുക്കി നിങ്ങളോടുള്ള എൻ്റെ നിയമം സ്ഥിരമാക്കും. അപ്പോൾ അത് സ്ഥിരമായിട്ടുള്ളൊരു നിയമമാണെങ്കിൽ പിന്നീട് ഒന്നും നിങ്ങൾക്ക് പേടിക്കേണ്ടി വരത്തില്ല. അപ്പോൾ ആദ്യം ഒരു പീരീഡ് ദൈവം നോക്കും, എങ്ങനെയാണ് ഇവർ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ഒരു പീരീഡ്, അല്ലെങ്കിൽ ഒരു ടെമ്പററി പീരീഡ്, ഒരു ട്രാൻസിഷൻ പീരീഡ് പോലെ ഒരു സമയം ഒന്ന് കൊടുക്കും. ആ സമയം കൊടുത്തതിന് ശേഷവും പിന്നീട് ദൈവസന്നിധിയിൽ ദൈവകൽപ്പനകളുടെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന ആ ടെമ്പററി പീരീഡ് എന്നുള്ളത് പിന്നീട് പെർമനൻ്റായിട്ട് മാറുവാനായിട്ട് ഇടയായിത്തീരും. അത് നമ്മൾ ജോലിയിലൊക്കെ ചേരുമ്പോഴത്തേക്കും ആദ്യ സമയത്ത് ഒരു 6 മാസക്കാലത്തോളം നമുക്കതൊരു ഇതായിരിക്കുമല്ലോ, ടെമ്പററി പീരീഡായിരിക്കും. ആ സമയത്ത് മാനേജ്മെൻറ്റ് നമ്മുടെ ജോലി എങ്ങനെ ഇത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവർ വിലയിരുത്തും. അതിന് ശേഷമേ ജോലി പെർമനൻ്റ് ആകത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ഇതും. അപ്പോൾ പിന്നീട് പറയുന്നു, നിങ്ങൾ പഴയ ധാന്യം ഭക്ഷിക്കുകയും പുതിയതിൻ്റെ നിമിത്തം പഴയത് പുറത്ത് ഇറക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ പഴയ ധാന്യം ഭക്ഷിക്കുകയും പിന്നെ അതിന് ശേഷം നിങ്ങൾ പുതിയത് നിങ്ങൾക്ക് കഴിക്കാനായിട്ട് കഴിയും. ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഉള്ളിലാക്കും,
എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾ മിസ്രയീമ്യർക്ക് അടിമകളായി ആകാതിരിപ്പാൻ അവരുടെ ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. അപ്പോൾ അത്രയും അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ്. പറയുന്നു ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അതിന് മുമ്പ് പറയുന്നു. നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം നൽകും, നിങ്ങൾക്ക് ദേശത്ത് സമാധാനം ഉണ്ടാകും, നിങ്ങളുടെ ദേശം ഒരു ശത്രുവും നിങ്ങളുടെ ദേശം കൈയടക്കത്തില്ല, എല്ലാവരെയും നിങ്ങളുടെ മുമ്പിൽ നിന്ന് ദൈവം ഓടിക്കും. അങ്ങനെ നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവും ആയിരിക്കും. ആ നിയമം സ്ഥിരമാക്കും എന്നാണ് ദൈവം കൽപ്പിക്കുന്നത്. അതിനുശേഷം ഇതിങ്ങനെ നടന്നില്ലെങ്കിൽ, ദൈവസന്നിധിയിൽ ദൈവകൽപ്പനകളെയും പ്രമാണങ്ങളെയും അനുസരിക്കാതെ നടന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് പിന്നീടുള്ള ഭാഗങ്ങളിൽ പറയുന്നത്. എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെയും ഈ കൽപ്പനകളൊക്കെയും പ്രമാണിക്കാതെയും എൻ്റെ ചട്ടങ്ങൾ ധിക്കരിച്ച് നിങ്ങളുടെ ഉള്ളം എൻ്റെ വിധികളെ വെറുത്ത് നിങ്ങൾ എൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കാതെ എൻ്റെ നിയമം ലംഘിച്ചാൽ ഞാനും ഇങ്ങനെ നിങ്ങളോട് ചെയ്യും. എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ ഇതുപോലെ എൻ്റെ മേളിൽ പറയുന്നത് അതുപോലെ തന്നെ. നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെ ഇരുന്നാൽ നിങ്ങളുടെ അപേക്ഷകൾ ഞാനും കേൾക്കത്തില്ല എന്നാണ് ദൈവം പറയുന്നത്. ഈ കൽപ്പനകളൊക്കെയും പ്രമാണിക്കാതെയും ചട്ടങ്ങൾ ധിക്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളം എൻ്റെ വിധികളെ എടുത്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഉള്ളം നിങ്ങളെയും വെറുക്കും എന്നാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. പിന്നെ പറയുന്നത് അതിന് വിശദമായിട്ട് കണ്ണിനെ മങ്ങിക്കുന്നതും ജീവനെ ക്ഷയിപ്പിക്കുന്നതുമായ ഭീതി, ക്ഷയരോഗം, ജ്വരം എന്നിവ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. നിങ്ങളുടെ വിത്ത് നിങ്ങൾ വെറുതെ വിതയ്ക്കും, ശത്രുക്കൾ അത് ഭക്ഷിക്കും. ഞാൻ നിങ്ങളുടെ നേരെ ദൃഷ്ടി വയ്ക്കും, നിങ്ങൾ ശത്രുക്കളോട് തോറ്റുപോകും. നിങ്ങളെ ദേഷിക്കുന്നവർ നിങ്ങളെ ഭരിക്കും, ഓടിക്കുന്നവർ ഇല്ലാതെ നിങ്ങൾ ഓടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം പറയുന്നു. ഇങ്ങനെ ധാരാളമായിട്ടുള്ള രോഗങ്ങളും പേടിയും ഭയം എല്ലാം വരുത്തും. നിങ്ങൾ വിതയ്ക്കുന്ന വിത്ത് വെറുതെ വിതയ്ക്കുന്നത് പോലെ ആയിപ്പോവും. അതിന് പല അർത്ഥങ്ങളും അതിൻ്റെതുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രം അല്ല അതിൽ ഇന്നർ മീനിങ് ആയിട്ട് വരുന്നത്. ഞാൻ നിങ്ങളുടെ നേരെ ദൃഷ്ടി വയ്ക്കും, ശത്രുക്കൾ വിത്ത് വിതച്ചാൽ വെറുതെ വിതയ്ക്കും, അത് ശത്രുക്കൾ ഭക്ഷിക്കും. ഞാൻ നിങ്ങളുടെ നേരെ ദൃഷ്ടി വയ്ക്കും, നിങ്ങൾ ശത്രുക്കളോട് തോറ്റുപോകും. നിങ്ങളെ വെറുക്കുന്നവർ, ദേഷിക്കുന്നവർ അല്ലെങ്കിൽ വെറുക്കുന്നവർ നിങ്ങളെ ഭരിക്കും, ഓടിക്കുന്നവർ ഇല്ലാതെ നിങ്ങൾ ഓടും. അത്രയും ശിക്ഷകൾ കൊടുത്തിട്ട് എന്നിട്ടും പറയുകയാണ്, ഇതെല്ലാമായിട്ടും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ. അപ്പോൾ അതൊരു ടെമ്പററി ഒരു പീരീഡ് കഴിഞ്ഞിട്ട് അപ്പോഴും ആ ഒരു ഇവിടെ അനുഗ്രഹം കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ ശിക്ഷകൾ കൊടുക്കുമ്പോഴും ഇതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ ശിക്ഷകൾ അല്ലെങ്കിൽ അത്തരം ശിക്ഷകൾ കഠിനമായ ശിക്ഷകൾക്ക് തൊട്ട് മുമ്പ് ചെറിയ തോതിലുള്ള ശിക്ഷകൾ കൊടുത്തിട്ട് അതിൽ നിന്നും പഠിക്കാതെ, നമ്മളതിൽ നിന്ന് പാഠം പഠിക്കാതെ വഴി വിട്ടു മാറി ദൈവസന്നിധിയിലേക്ക് വരുന്നില്ലെങ്കിൽ പിന്നീട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പിന്നീട് പറയുന്നത്. ഇതെല്ലാമായിട്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞാൻ നിങ്ങളെ 7 മടങ്ങ് ശിക്ഷിക്കും. നിങ്ങളുടെ പാപം നിമിത്തം ഞാൻ നിങ്ങളെ 7 മടങ്ങ് ശിക്ഷിക്കും. അപ്പോൾ അതും സ്ഥിരമാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അനുഗ്രഹങ്ങൾ സ്ഥിരമാക്കുന്ന പോലെ തന്നെ ദൈവസന്നിധിയിൽ നിന്നുള്ള ശാപങ്ങളും സ്ഥിരമായിട്ട് പോകും, നമ്മൾ നമ്മുടെ വഴികൾ വിട്ടുമാറിയിട്ടില്ലെങ്കിൽ. ഞാൻ നിങ്ങളുടെ ബലത്തിൻ്റെ പ്രതാപം കെടുക്കും, നിങ്ങളുടെ ആകാശത്തെ ഇരുമ്പ് പോലെയും ഭൂമിയെ ചെമ്പ് പോലെയും ആക്കും. അപ്പോൾ ആകാശം മഴ തരത്തില്ല, ഭൂമി വിളവ് തരത്തില്ല, അങ്ങനത്തെ അവസ്ഥയിലേക്ക് പോകും. നിങ്ങളുടെ ശക്തി വെറുതെ ക്ഷയിച്ചു പോകും. നിങ്ങളുടെ ദേശം വിളവ് തരാതെയും ദേശത്തിലെ വൃക്ഷം ഫലം കായ്ക്കാതെയും ഇരിക്കും. ദേശം മുഴുവൻ ശപിക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. നിങ്ങൾ എനിക്ക് വിരോധമായി നടന്ന് എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം 7 മടങ്ങ് ബാധ നിങ്ങളുടെ മേൽ വരുത്തും. എന്നിട്ട് വീണ്ടും പറയുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ കാട്ടുമൃഗങ്ങളെ അയക്കും, അവ നിങ്ങളെ മക്കളില്ലാത്തവരാക്കുകയും നിങ്ങളുടെ കന്നുകാലികളെ നശിപ്പിക്കുകയും നിങ്ങളെ എണ്ണത്തിൽ കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ തലമുറയോളം ദൈവത്തിൻ്റെ ആ ശാപം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ
സന്നിധിയിൽ നിന്ന് നമ്മൾ മാറുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന ആ വിരുദ്ധമായിട്ടുള്ള ആ ഫലങ്ങൾ ഇങ്ങനെ തലമുറകളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് പോകുന്നതായിട്ട് ഉള്ള അവസ്ഥ വരുവാനായിട്ട് ഇടയായി തീരും. അങ്ങനെ എണ്ണം കുറയ്ക്കും. ജനങ്ങളുടെ എണ്ണം കുറയുന്നതിനായിട്ട് ഇടയായി തീരും. നിങ്ങളുടെ വഴികൾ പാഴായി കിടക്കും. ഇവയാലും നിങ്ങൾക്ക് ബോധം വരാതെ നിങ്ങൾ എനിക്ക് വിരോധമായി നടന്നാൽ. അപ്പോൾ പലതവണ നമ്മളിത് കാണുമ്പോഴത്തേക്കും പറയാം, അതായത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് ദൈവം ശിക്ഷ കൊടുക്കുമ്പോഴും ചെയ്യുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം മുമ്പൊരു അധ്യായത്തിൽ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചു, ദൈവം ശിക്ഷിക്കുമ്പോൾ 4 തലമുറ ശിക്ഷിച്ചാലും അനുഗ്രഹിക്കുമ്പോൾ 1000 തലമുറ വരെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതായത് മഹാകരുണയുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവം ശിക്ഷിക്കുമ്പോൾ പോലും പലതവണ നമുക്ക് അവസരങ്ങൾ തരുന്നതായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇന്ന് കാണുവാനായിട്ട് സാധിക്കും. 23-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നു, ഇവയാലും നിങ്ങൾക്ക് ബോധം വരാതെ നിങ്ങൾ എനിക്ക് വിരോധമായി നടന്നാൽ ഞാനും നിങ്ങൾക്ക് വിരോധമായി നടന്ന് നിങ്ങളുടെ പാവങ്ങൾ നിമിത്തം 7 മടങ്ങ് നിങ്ങളെ ദണ്ഡിപ്പിക്കും. എൻ്റെ നിയമത്തിൻ്റെ പ്രതികാരം നടത്തുന്ന വാൾ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. നിങ്ങൾ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ മഹാമാരി അയക്കുകയും നിങ്ങളെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും. ഈ ശിക്ഷാവിധികളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇത് ഇസ്രായേൽ ജനത്തിനുള്ള കൽപ്പനകളാണെങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ പോലും ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും എത്രത്തോളം റെലവൻ്റ് ആണെന്നും നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതായത് പലതവണ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുകയും മനുഷ്യൻ ദൈവത്തെ സന്നിധിയിൽ നിന്ന് വിട്ടുമാറുകയൊക്കെ ചെയ്യുമ്പോൾ പലതവണയും മുന്നറിയിപ്പ് എന്നുള്ള നിലയിലും പല രീതിയിലും ചെറിയ തോതിലൊക്കെ ഉള്ള ശിക്ഷകളൊക്കെ കൊടുത്തിട്ടും ബാലശിക്ഷകൾ കൊടുത്തിട്ടും നന്നാകാത്ത മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ദുരിതം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. അങ്ങനെ നിങ്ങളുടെ പാവങ്ങൾ നിമിത്തം നിങ്ങളെ ദണ്ഡിപ്പിക്കും. എൻ്റെ നിയമത്തിൻ്റെ പ്രതികാരം നടത്തുന്ന വാൾ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. നിങ്ങൾ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ മഹാമാരി അയക്കുകയും നിങ്ങളെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ അപ്പം എന്ന കോൽ ഒടിച്ചിരിക്കുമ്പോൾ 10 സ്ത്രീകൾ ഒരടുപ്പിൽ നിങ്ങളുടെ അപ്പം ചുട്ട് നിങ്ങൾക്ക് തിരികെ തൂക്കിത്തരും. നിങ്ങൾ ഭക്ഷിച്ചിട്ട് തൃപ്തരാകുകയില്ല. അപ്പോൾ ക്ഷാമത്തെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം എന്ന കോലൊടിച്ചു, കാരണം ദേശത്തെല്ലാം മഴയില്ല, വിളയില്ല, ഒന്നുമില്ല, മഹാക്ഷാമം. അപ്പോൾ അങ്ങനെ ക്ഷാമങ്ങൾ വരുമ്പോഴത്തേക്കും ഭക്ഷണത്തിന് വലിയ ഡിമാൻഡായിട്ട് മാറും. അപ്പോൾ 10 പേര് ഒരടുപ്പിൽ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കണക്ക്. 10 സ്ത്രീകൾ ഒരടുപ്പിൽ നിന്ന് നിങ്ങളുടെ അപ്പം ചുട്ട് നിങ്ങൾക്ക് തിരികെ തൂക്കിത്തരും, അളന്നു തരും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഭക്ഷിക്കാനുള്ള ഭക്ഷണം പോലും ഉണ്ടാവാൻ ഇല്ലാത്ത കാലമാണ് വരുന്നത്. വീണ്ടും പറയുന്നു, അപ്പോഴും ശിക്ഷ പൂർണ്ണമായിട്ടില്ല എന്ന് നമുക്ക് കാണണം. അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് വീണ്ടും പോവുകയാണ്. ഇതെല്ലാമായിട്ടും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെ എനിക്ക് വിരോധമായി നടന്നാൽ ഞാനും ക്രോധത്തോടെ നിങ്ങൾക്ക് വിരോധമായി നടക്കും. അപ്പോൾ ഇതിനു മുമ്പ് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെ എൻ്റെ കൽപ്പനകളുടെയൊക്കെയും പ്രമാണിക്കാതെ എൻ്റെ ചട്ടങ്ങൾ ധിക്കരിച്ച് നിങ്ങളുടെ എൻ്റെ വിധികൾ വെറുത്ത് നിങ്ങൾ എൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കാതെ എൻ്റെ നിയമം ലംഘിച്ചാൽ ഞാനും ഇങ്ങനെ നിങ്ങളോട് ചെയ്യുമെന്ന് പറഞ്ഞു. ആ വാക്യത്തിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ നിന്നോട് തിരിച്ചു ചെയ്യും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ശിക്ഷകളെല്ലാം പറയുന്നത്. അതിനുശേഷം ഇത്രയും ആയിട്ട് പോലും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെ എനിക്ക് വിരോധമായി നടന്നാൽ ഞാനും ക്രോധത്തോടെ നിങ്ങൾക്ക് വിരോധമായി നടക്കും. അപ്പോൾ അതുവരെയും ക്രോധത്തിൻ്റെ കാര്യം ദൈവം കൽപ്പിച്ചിട്ടില്ല. അപ്പോൾ പറയുന്നത് ക്രോധമാണ്. ദൈവക്രോധം പിന്നെ അങ്ങോട്ട് വരാൻ തുടങ്ങും. നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങളെ 7 മടങ്ങ് ശിക്ഷിക്കും. വീണ്ടും പറയാണ്, നിങ്ങളുടെ പുത്രന്മാരുടെ മാംസം നിങ്ങൾ തിന്നും, നിങ്ങളുടെ പുത്രിമാരുടെ മാംസവും തിന്നും. ഞാൻ നിങ്ങളുടെ പൂജാഗിരികളെ നശിപ്പിച്ച് നിങ്ങളുടെ സൂര്യവിഗ്രഹങ്ങളെ വെട്ടിക്കളയുകയും നിങ്ങളുടെ ശവം നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ ഉടലിന്മേൽ ഇട്ടുകളയുകയും എനിക്ക് നിങ്ങളോട് വെറുപ്പ് തോന്നുകയും ചെയ്യും. അപ്പോൾ ദൈവക്രോധത്തിൻ്റെ അങ്ങേ അറ്റം വരെ പോകുന്നതിനുള്ള അവസരമായിട്ട് അത് മാറും. ഞാൻ നിങ്ങളുടെ പട്ടണങ്ങളെ പാഴ്നിലവും നിങ്ങളുടെ വിശുദ്ധ മന്ദിരങ്ങളെ ശൂന്യവുമാക്കും. നിങ്ങളുടെ സൗരഭ്യ വാസന ഞാൻ മണക്കുകയില്ല. ഞാൻ ദേശത്തെ ശൂന്യമാക്കും. അതിൽ വസിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ അതിൽ ആശ്ചര്യപ്പെടും.
ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് നിങ്ങളുടെ പിന്നാലെ വാൾ ഊരും. ഇതൊക്കെ പിന്നീട് നടന്നതായിട്ട് നമുക്കറിയാം. നിങ്ങളുടെ ദേശം ശൂന്യമായും നിങ്ങളുടെ പട്ടണങ്ങൾ പാഴ്നിലമായും കിടക്കും. അങ്ങനെ ദേശം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ശത്രുക്കളുടെ ദേശത്ത് ഇരിക്കുകയും ചെയ്യുന്ന നാളൊക്കെയും അത് തൻ്റെ ശബ്ബത്തുകൾ അനുഭവിക്കും. അതായത് ഈ പാഴ്നിലമായിട്ട് കിടക്കുന്ന ആ ദേശമാണ് പിന്നീട് ശബ്ബത്ത് അനുഭവിക്കുന്നതായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ദേശം സ്വസ്ഥമായി കിടന്ന് തൻ്റെ ശബ്ബത്തുകൾ അനുഭവിക്കും. വീണ്ടും പറയുന്നു, നിങ്ങൾ അവിടെ പാർത്തിരുന്നപ്പോൾ നിങ്ങളുടെ ശബ്ബത്തുകളിൽ അതിന് അനുഭവമാകാതിരുന്ന സ്വസ്ഥത അത് ശൂന്യമായി കിടക്കുന്ന നാളൊക്കെയും അനുഭവിക്കും. കാരണം അതിനു മുമ്പ് കൊടിയ ദൈവ ശിക്ഷകൾ കാരണം ഒരു സ്വസ്ഥതയും ആ ദേശത്തുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ക്രോധത്തോടെയുള്ള ദൈവ ശിക്ഷകൾ വരുമ്പോൾ, ഇങ്ങനെ ശിക്ഷകൾ വന്ന് അതിൻ്റെ അവസാനം ജാതികളിലേക്ക് ഇവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ ആ ദേശത്ത് ഒരു സ്വസ്ഥത വരും. ശേഷിച്ചിരിക്കുന്നവരുടെ ഹൃദയത്തിൽ ഞാൻ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് വീരത്വം വരുത്തും. ഇല പറക്കുന്ന ശബ്ദം കേട്ടിട്ട് അവർ ഓടും. വാളിൻ്റെ മുമ്പിൽ നിന്ന് ഓടുന്നത് പോലെ അവർ ഓടും. ആരും ഓടിക്കാതെ അവർ ഓടി വീഴും. ആരും ഓടിക്കാതെ അവർ വാളിൻ്റെ മുമ്പിൽ നിന്ന് എന്ന പോലെ ഓടി ഒരുത്തൻ്റെ മേൽ ഒരുത്തൻ വീഴും. ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾക്ക് കഴിയുകയുമില്ല. നിങ്ങൾ ജാതികളുടെ ഇടയിൽ നശിക്കും. ശത്രുക്കളുടെ ദേശം നിങ്ങളെ തിന്നുകളയും. നിങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവർ ശത്രുക്കളുടെ ദേശത്ത് നിന്ന് തങ്ങളുടെ അകൃത്യങ്ങളാൽ ക്ഷയിച്ചു പോകും. തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളാലും അവർ അവരോടുകൂടെ ക്ഷയിച്ചു പോകും. അവർ തങ്ങളുടെ അകൃത്യവും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യവും അവർ എന്നോട് ദ്രോഹിച്ച ദ്രോഹവും അവർ എനിക്ക് വിരോധമായി നടന്നതുകൊണ്ട് ഞാനും അവർക്ക് വിരോധമായി നടന്നു. അവരെ ശത്രുക്കളുടെ ദേശത്ത് വരുത്തിയതും ഏറ്റുപറയുകയും അവരുടെ പരിച്ഛേദനയില്ലാത്ത ഹൃദയം അപ്പോൾ താഴുകയും അവർ തങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ ഞാൻ യാക്കോബിനോടുള്ള എൻ്റെ നിയമം ഓർക്കും. അപ്പോൾ ഇത്രയും ശിക്ഷകളും ഇതെല്ലാം കൊടുത്തതിന് ശേഷം വീണ്ടും ദൈവം അനുദപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു അവസ്ഥ എങ്ങനെയാണ് വരുന്നതിന് എന്നുള്ളത് അതിൻ്റെ കാര്യങ്ങൾ കൽപ്പനയിൽ കൊടുക്കുകയാണ്. ഇത്രയും ദ്രോഹം അല്ലെങ്കിൽ ഇത്രയും പാപങ്ങൾ ഒക്കെ ചെയ്തിട്ട് ദൈവസന്നിധിയിൽ നിന്ന് ഒരുപാട് അകന്നു പോയതിന് ശേഷം അവരൊക്കെ ജാതികളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ ശത്രുക്കൾ പിടിച്ചുകയറ്റിക്കൊണ്ട് പോകാനായിട്ട് ഇടയായിത്തീരുന്നു. അതിനുശേഷം അവരുടെ ആ ജീവിതത്തിലുള്ള സകല സ്വസ്ഥതയും സകല എന്താ പറയുക ഒരു കോൺഫിഡൻസ് അങ്ങനെയുള്ള ഒന്നുമില്ലാതെ ആ ജനം നശിക്കുന്ന ഒരു അവസരത്തിൽ ആ സമയത്തെങ്കിലും നിങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരിൽ ഇതുപോലെ അവർ തങ്ങളുടെ അകൃത്യവും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യവും അവർ ദൈവത്തോട് ദ്രോഹിച്ച ദ്രോഹം, അങ്ങനെ അവർ ദൈവത്തിന് വിരോധമായി നടന്നത്, ഇതൊക്കെ ഞാൻ വിരോധമായി നടന്നു, അവരുടെ ശത്രുക്കൾ വരുത്തിയതെല്ലാം ഏറ്റുപറഞ്ഞ് ചെയ്ത പാവങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അവരുടെ പരിച്ഛേദനയില്ലാത്ത ഹൃദയം എന്നാണ് പറയുന്നത്. അത് പരിച്ഛേദന, അതൊരു മാറ്റമില്ലാത്ത ഹൃദയം. അപ്പോൾ ആ നിമിഷം അങ്ങനെ പറഞ്ഞ് സ്വയം താഴ്ത്തി അവർ തങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ, ഇപ്പോൾ ചെയ്ത കൃത്യങ്ങൾക്കെല്ലാം ശിക്ഷ അനുഭവിക്കണം. അതിനുശേഷം ഞാൻ യാക്കോബിനോടുള്ള എൻ്റെ നിയമം ഓർക്കും. പിതാക്കന്മാരുള്ള നിയമം ദൈവം ഓർക്കുന്നതിനായിട്ട് ഇടയായി തീരും. ഇസ്ഹാക്കിനോടുള്ള എൻ്റെ നിയമവും അബ്രഹാമിനോടുള്ള എൻ്റെ നിയമവും ഞാൻ ഓർക്കും. ദേശത്തെയും ഞാൻ ഓർക്കും. അപ്പോൾ ഇതിന് ശേഷം വീണ്ടും പരിഹാരമാണ് കർത്താവ് കൊടുക്കുന്നത്. അവർ ദേശം വിട്ടുപോയിട്ട് അവരില്ലാതെ അത് ശൂന്യമായി കിടന്ന് തൻ്റെ ശബ്ദങ്ങൾ അനുഭവിക്കും. അവർ എൻ്റെ വിധികളെ ധിക്കരിക്കുകയും അവർക്ക് എൻ്റെ ചട്ടങ്ങളോട് വെറുപ്പ് തോന്നുകയും ചെയ്തതുകൊണ്ട് അവർ തങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കും. എങ്കിലും അവർ ശത്രുക്കളുടെ ദേശത്തിരിക്കുമ്പോൾ അവരെ നിർമൂലമാക്കുവാനും അവരോടുള്ള എൻ്റെ നിയമം ലംഘിപ്പാനും തക്കവണ്ണം ഞാൻ അവരെ ഉപേക്ഷിക്കുകയില്ല, അവരെ വെറുക്കുകയുമില്ല. ഞാൻ അവരുടെ ദൈവമായ യഹോവ ആകുന്നു. അപ്പോൾ അത്രയും സംഭവങ്ങൾക്ക് ശേഷം ഒരിക്കലും ഈ ജനത്തെ പരിപൂർണമായിട്ട് കർത്താവായ ദൈവം ഉപേക്ഷിക്കില്ല എന്നുള്ള ആ ഒരു വലിയൊരു മഹാകരുണ ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തലമുറകൾക്ക് മുമ്പ് കൊടുത്തിട്ടുള്ള ആ ഒരു അനുഗ്രഹം അപ്പോൾ ദൈവം ഓർക്കുകയും പിന്നീട് ബാക്കിയുള്ള ജനങ്ങളെങ്കിലും അവർ സ്വന്തം തെറ്റ് തിരുത്തി ദൈവസന്നിധിയിലെ എല്ലാം ഏറ്റുപറഞ്ഞ് അവരുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ദൈവം അവരെ ഒരിക്കലും നശിപ്പിക്കുവാനായിട്ട് ഇടയായി തീരത്തില്ല. അങ്ങനെ അവർ
ശത്രുക്കൾ ദേശത്ത് ഇരിക്കുമ്പോൾ അവരെ നിർമ്മൂലമാക്കുവാനും അവരോടുള്ള എൻ്റെ നിയമം ലംഘിപ്പാനും തക്കവണ്ണം ഞാൻ അവരെ ഉപേക്ഷിക്കുകയില്ല. അങ്ങനെ അവരെ മുഴുവനായിട്ട് തീർത്ത് കളയത്തില്ല. അവരെ വെറുക്കുകയുമില്ല. ഞാൻ അവരുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ അവരുടെ ദൈവമായിരിക്കേണ്ടതിന് ജാതികൾ കാണുകയും ഇസ്രായേൽ ദേശത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്ന അവരുടെ പൂർവ്വന്മാരോട് ചെയ്ത നിയമം ഞാൻ അവർക്ക് വേണ്ടി ഓർക്കും. ഞാൻ യഹോവയാകുന്നു. അങ്ങനെ പിന്നീട് പറയുന്നു, യഹോവ സീനായി പർവ്വതത്തിൽ വെച്ച് തനിക്കും ഇസ്രായേൽ മക്കൾക്കും അത് തമ്മിൽ മോശ മുഖാന്തരം വെച്ചിട്ടുള്ള ചട്ടങ്ങളും വിധികളും ഇവ തന്നെ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ചട്ടങ്ങളും വിധികളും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു അധ്യായം വരെയാണ് ഇതിനെക്കുറിച്ച് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ കാണേണ്ടത് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കൽപ്പനകളും വിധികളും ഒക്കെ അനുസരിച്ച് നടന്നാൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ അത് ഏത് ദേശത്താണെങ്കിലും ഏത് പ്രദേശത്താണെങ്കിലും ദൈവം നമ്മളെ പൊതിഞ്ഞ് സൂക്ഷിക്കും എന്നുള്ളതാണ്. എന്നാൽ ദൈവകൽപ്പനയ്ക്കും ദൈവനീതിക്കും വിരുദ്ധമായിട്ട് ദൈവ വഴി കൂടി അല്ലാതെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ആ ഒരു ഫലങ്ങൾ അല്ലെങ്കിൽ പ്രതിഫലം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള സംഗതികളായിരിക്കും. അതെന്നാൽ അതിങ്ങനെ കണ്ടിന്യൂസ് അതിൻ്റെ ഇടയിൽ പോലും അനുഭവിക്കാനുള്ള അവസരങ്ങൾ ദൈവം കൊടുക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടു. 27-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഓരോ യാഗങ്ങളുടെയും മറ്റ് അങ്ങനെയുള്ള വിശുദ്ധ വഴിപാടുകളിലും കാര്യങ്ങളിലുമൊക്കെ എങ്ങനെയാണ് അതിൻ്റെ നിരക്ക് അല്ലെങ്കിൽ എന്താണ് ദാനം, ദൈവസന്നിധി കൊണ്ടുവരുന്ന ദാനത്തിൻ്റെ ആ അളവുകളും അങ്ങനെയെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് പ്രധാനമായിട്ട് പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ട് അതിൻ്റെ ഇത് പറയുന്നത്. പിന്നീട് 26-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ യോബേൽ സംവത്സരം. അപ്പോൾ അതിൽ നിലം ഇങ്ങനെ സ്വത്തുക്കൾ വീണ്ടെടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട തുകകൾ അല്ലെങ്കിൽ അതിന് ഉള്ള വില എങ്ങനെയാണ് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്, വാങ്ങിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ട് പറയുന്നത്. പിന്നീട് അതിന് ശേഷം ദശാംശം കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ദശാംശം കൊടുക്കേണ്ട രീതി എങ്ങനെയായിരിക്കണം അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യഹോവ സിനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് കൽപ്പിച്ച കൽപ്പനകൾ. അപ്പോൾ നമ്മൾ ഈ ഒരു അധ്യായത്തോടു കൂടി ലേവ്യ പുസ്തകം തീരുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം മുതൽ സംഖ്യാപുസ്തകം നമ്പേഴ്സ് ആകെ 36 അധ്യായങ്ങളുണ്ട്. 36 അധ്യായങ്ങൾ നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ള ആ ഒരു പുസ്തകങ്ങളിലെല്ലാം നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ജനത്തെ എങ്ങനെ വഴി നടത്തുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ സൂക്ഷ്മമായുള്ള വിവരണങ്ങളാണ് ഇതിലെല്ലാം കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ഉൽപ്പത്തിയുടെ ആരംഭം മുതൽ, സൃഷ്ടിയുടെ ആരംഭം മുതൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടിന്യൂസ് 1 by 1 എന്നുള്ള കണക്കിലാണ് നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. അത് നമുക്ക് ഇനിയും മനസ്സിലാകാത്ത ധാരാളം മറിഞ്ഞിരിക്കുന്ന വലിയ മർമ്മങ്ങൾ ഒക്കെ ഉണ്ടാവാം. അത് ഇടയ്ക്ക് എനിക്ക് കിട്ടുന്നത് പോലെ ഞാനത് തീർച്ചയായിട്ടും ഈ ഓഡിയോകൾ വഴി ഞാനത് പറയുന്നതായിരിക്കും. ഒരു കാര്യം പ്രത്യേകമായിട്ട് ഒരു സംഗതി ഇത് പറയട്ടെ. ഞാനത് മുമ്പൊരു ഓഡിയോയിൽ പറഞ്ഞതാണെന്ന് എനിക്കൊരു ഇതില്ല. ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ പറയുന്നുണ്ട്. അതായത് ഉൽപ്പത്തിയുടെ 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ഈ ചില പൊതുവെ മനുഷ്യർക്കുണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ ആദിയിൽ ദൈവം എന്ന് പറയുമ്പോഴത്തേക്കും അത് പിതാവായ ദൈവം മാത്രമാണല്ലോ എന്ന് ആകാശവും ഭൂമിയെല്ലാം സൃഷ്ടിച്ചത് എന്നുള്ള ഒരു രീതിയിൽ ചിലക്കെങ്കിലും ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത്, ആദ്യ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം ആദിയിൽ വചനമുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ പറയുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ആ ഒരു 1-ാമത്തെ അധ്യായത്തിൽ തന്നെ വചനം എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നുണ്ട്. വചനം പിന്നീട് കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു എന്നെഴുതുന്നുണ്ട്. ഫ്ലഷായിട്ട്, അതായത് ജഡമായി തീർന്നു, വചനം ജഡമായി തീർന്നു നമ്മുടെ ഇടയിൽ പാർത്തു.
അപ്പോൾ അത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ഈ രണ്ടും പറയുന്ന ആദി സെയിമാണ്, ആദിയിൽ. പിന്നെ വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവം അവിടെ, പിന്നെ വചനമുണ്ട്. അപ്പോൾ ദൈവത്തോടു കൂടെയുള്ള വചനമുണ്ട്. ദൈവം പിതാവായ ദൈവം തന്നെയാണ്. ആരാണ് വചനം? വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം പിന്നീട് ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദിയിൽ ദൈവം എന്ന് പറയുമ്പോൾ പിതാവായ ദൈവവും പുത്രനായ ദൈവത്തെക്കുറിച്ചും അവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞു. പിന്നെ പറയുന്ന ആകാശവും, അത് ഇംഗ്ലീഷ് ബൈബിളിൽ വരുമ്പോഴത്തേക്കും ഇൻ ദി ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത്. അപ്പോൾ ഹെവൻ എന്നാണ് പറയുന്നത്, ആകാശം. അത് നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള, ഈ കാണുന്ന മുകളിൽ നോക്കുന്ന സ്കൈ, ബ്ലൂ സ്കൈ കാണുന്ന ആകാശത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഹെവൻ എന്ന് പറഞ്ഞാൽ ഡീപ്പ് സ്പേസ്, അതായത് ഈ അണ്ടകടാഹം മുഴുവൻ, ഈ ലോകം മുഴുവൻ, ഈ യൂണിവേഴ്സ് മുഴുവനുമാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഇനി അതിൻ്റെ അടുത്ത 1-2 വാക്യങ്ങളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് ആൻഡ് ആകാശം, ഇപ്പം നമ്മൾ ഹെവൻ എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹെവൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആണ് ഭൂമി ഉണ്ടാക്കിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഭൂമി, അപ്പോൾ ഇത് ആ ഒരു സൃഷ്ടി കഴിഞ്ഞു. പിന്നെ ഭൂമിയുടെ കാര്യത്തെക്കുറിച്ച് പറയണം. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ ആ ഒരു ഭൂമിയുടെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ആൻഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതായിട്ട് കാണാം, എർത്ത്. അപ്പോൾ ഭൂമി പാഴായിട്ട് കുറച്ച് കാലം ഇരുന്നു. അതിനുശേഷം അതിനെ ദൈവം പ്രവർത്തിച്ച്, അതിൽ വരുന്നുണ്ട് ആരാണ് അതിനകത്ത് പ്രവർത്തിച്ചതെന്നുള്ളതിനെക്കുറിച്ച് പിന്നീട് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇവർ 3 പേരും സൃഷ്ടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഒരു സൃഷ്ടിയുടെ ഓരോ പ്രവൃത്തിയിലും. ഭൂമി പാഴായും ശൂന്യമായി ഇരുന്നു എന്ന് പറയുമ്പോൾ പാഴായിട്ടിരുന്നു. പിന്നെ അതിന് ശേഷം അതിനെ മോഡിഫൈ ചെയ്ത് അതിനെ വേണ്ട രീതിയിൽ അടിസ്ഥാനങ്ങളൊക്കെ ഇട്ട് അതിനെ പൂർണ്ണമായിട്ട്, അതിൻ്റെ ആ സൃഷ്ടി പൂർണ്ണമാക്കി കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ചാണ് പിന്നീട് പറയുന്നത്. ശൂന്യമായിട്ടും ഇരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു വാക്യം കൂടി നമ്മൾ കാണാം, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു എന്നുള്ളത്. ആഴം എന്ന് പറഞ്ഞാൽ അത് ഡെപ്ത്. അത് ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെ പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആഴം എന്നതിന് മീതെ ഇരുളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭൂലോകം മുഴുവൻ, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് മുഴുവൻ അന്ന് ഇരുട്ടാണ് ഉണ്ടായിരുന്നത്. അതിനെ സൂചിപ്പിക്കുന്നതാണ്. പിന്നീട് ഈ വാഴയും ശൂന്യമായി ഇരുന്ന ഭൂമിയിലാണ് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും പരിവർത്തിച്ച് ഇതിന് ശേഷം ഇങ്ങനെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന്, അങ്ങനെ ആകാശങ്ങളിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച് അങ്ങനെ വെളിച്ചമുണ്ടായി, എല്ലായിടവും വെളിച്ചമുണ്ടായി. അങ്ങനെ പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സൃഷ്ടിയിൽ എല്ലാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം ആണ് നടത്തിയത് എന്നുള്ളത് നമുക്ക് വീണ്ടും ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരിക്കൽ കൂടി ഇത് ഒന്ന് നിങ്ങളുടെ ഒരു അറിവിനായിട്ട് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഞാൻ ഇതിനു മുമ്പുള്ള ഓഡിയോകളുടെ പല സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യനെ ഉണ്ടാക്കിയതും മനുഷ്യൻ്റെ സൃഷ്ടിയുടെ ആ ഒരു പ്രത്യേകതകൾ, ആ മനുഷ്യ സൃഷ്ടിയെ പിശാച് എങ്ങനെയാണ് ചതിച്ചത്, പിശാച് ചതിക്കേണ്ട ഘട്ടം എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, പിശാച് എന്തിനാണ് പാമ്പിനെ ഉപയോഗിച്ചത് എന്നുള്ള രീതിയിൽ. കാരണം പിശാചിനെ ആദ്യമേ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് തള്ളി പുറത്താക്കി കളഞ്ഞതാണ്. അപ്പോൾ ആ പിശാചിൻ്റെ സകല ഒരു പ്രിവിലേജസും പോയി സ്വർഗത്തിൽ നിന്ന് പുറത്തു പോയ സമയങ്ങളിൽ ആ പിശാചിന് തിരിച്ച് ദൈവം ഉണ്ടാക്കിയ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് പാമ്പിനെ ഉപയോഗിക്കുകയാണ് പിശാച് യഥാർത്ഥത്തിൽ ചെയ്തത്. അങ്ങനെ പാമ്പ് ഉൾപ്പെടെയുള്ള ഈ ജീവികൾ, പിന്നീട് മനുഷ്യൻ മാത്രമല്ല പിന്നെ പാമ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവികൾ, അതായത് മൂക്കിൽ കൂടി ശ്വാസം വലിക്കുന്ന എല്ലാ ജീവികളും ദൈവസന്നിധിയിൽ പാപം ചെയ്ത് അതിൽ നിന്ന്
പുറത്തു പോയതായിട്ടാണ് നമ്മൾ വിശുദ്ധ വചനത്തിൽ നമ്മൾ പിന്നീട് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ ആ ഒരു ഭൂലോക നാശം വന്നത്. അതായത് കരയിലും ആകാശത്തിലുള്ള മുകളിൽ കൂടി ശ്വാസം വലിക്കുന്ന എല്ലാ ജീവികളെയും ദൈവം പ്രളയം വഴി നശിപ്പിച്ച് കളഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് മനുഷ്യൻ നിമിത്തം മാത്രമല്ല, മനുഷ്യനും എല്ലാ ജീവികളും, കരയിലും ആകാശത്തുമുള്ള എല്ലാ ജീവികളും പാപം ചെയ്തു എന്നാണ് പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുന്നത്. ദൈവകൽപ്പനകൾ അല്ലെങ്കിൽ ദൈവം ഉണ്ടാക്കിയ അതിൻ്റെ ആ ഒരു ഉദ്ദേശത്തെ വിട്ടുമാറി അവരെല്ലാം നടന്നതുകൊണ്ട് അവരെ എല്ലാം ഒരുമിച്ച് ഒറ്റയടിക്ക് നശിപ്പിച്ച് കളയുന്നതായിട്ട് നമ്മൾ കണ്ടു. അതിനുശേഷം ആ സൃഷ്ടി പിന്നെയും ആദ്യ രൂപത്തിലേക്ക് വരികയും പിന്നീട് വീണ്ടും വർദ്ധിച്ച് വരികയൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ അതിന് ശേഷം കണ്ടു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഈ ഓരോ പാഠങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ദൈവസന്നിധിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ ആ സമയത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ ഒരുപക്ഷെ അതിന് ശേഷമായിരിക്കും ദൈവം എനിക്ക് തരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ അതിന് ശേഷമൊക്കെ ഞാൻ ഓർക്കുന്നത് പോലെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ദൈവം തരുന്നത് പോലെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിൽ ഇന്നത്തേക്ക് എഴുതുകൊണ്ട് നിൽക്കാം. നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ ഏറെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.